Good afternoon, Neha. മാമിന് വേറെ എന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടോ? താങ്ക് യു ഫോർ ചൂസിങ് അസ്. ഹാവ് എ നൈസ് ഡേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലാസ്സസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻസ് ഭാഗത്തേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ്. അപ്പോൾ തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു ഡെഫിനിഷനിലേക്ക് എന്താണ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് ഇസ് ദി ഫേസ്. എന്താണ് ഫേസ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഹോസ്പിറ്റലിൻ്റെ മുഖമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആളുകൾ ഫ്രണ്ട് ഓഫീസിനെ കാണുന്നത്, അല്ലേ? അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യൻ്റ് എന്നുള്ള നിലയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസിലായിരിക്കും. അവർ നമുക്ക് തരുന്ന ഇംപ്രഷനാണ് പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് ആ ഹോസ്പിറ്റലിൻ്റെ ഏത് സർവീസസിലേക്കും ശരിക്കും പറഞ്ഞാൽ തുടക്കം കുറിക്കുന്നത്, അല്ലേ? അപ്പോൾ അവിടെ ഒരു നല്ല ഇംപ്രഷൻ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? ആളുകൾ കൂടുതൽ കംഫർട്ടബിൾ ആവും, ഫ്ലെക്സിബിൾ ആവും. സോ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് ഇസ് ദി ഫേസ് ഓഫ് എ ഹോസ്പിറ്റൽ. അഗൈൻ ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ ഇനീഷ്യലി ആളുകൾ ഇൻട്രാക്ട് ചെയ്യുന്നതും ഇതേ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസിൽ വെച്ചിട്ട് തന്നെയാണ്, അല്ലേ? ആളുകളുടെ ഒരു ഇനീഷ്യൽ ഇൻട്രാക്ഷൻസ് വരുന്നത്, ഇപ്പോൾ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഡെസ്കിലേക്കായിരിക്കും നിങ്ങൾ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവുക, അല്ലേ? ഇപ്പോൾ ഫ്രണ്ട് ഡെസ്ക് എന്ന് പറയുമ്പോൾ പല ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ ഫ്രണ്ട് ഡെസ്കുകളിൽ നടക്കുന്നുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് വരാം. ഓക്കെ, പിന്നെ 24 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ, ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ 24/7 പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്, അല്ലേ? ഇപ്പോൾ നമുക്കറിയാം പകൽ സമയങ്ങളിൽ ഒപിയിലേക്കും ബാക്കി വൈകിട്ട് വരുന്ന സമയങ്ങളിൽ എമർജൻസി കെയറിനൊക്കെ ആയിട്ട് പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സർവീസസ് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ 24 മണിക്കൂറും ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നോർമൽ ഒരു ഓഫീസിൻ്റെ റിസപ്ഷൻ പോലെയല്ല ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് പ്രവർത്തിക്കുന്നത് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്തായിരിക്കും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ്? എന്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് ആണ് ഈ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസിൽ വെച്ച് നടക്കുന്നത് എന്നുള്ളത് നോക്കിയാലോ? ഓക്കെ, സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേരെ ഫംഗ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ്. ഇനി നിങ്ങൾ തന്നെ പറ, ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസിലെ ഏറ്റവും ആദ്യത്തെ പ്രോസസ്സ് എന്തായിരിക്കും? എന്താ കാണുന്നത്? കമ്മ്യൂണിക്കേഷൻ ആൻഡ് എൻക്വയറി ഹാൻഡ്ലിംഗ് ആണ്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ആണ്. അവിടെ വരുന്ന വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, ഗസ്റ്റുകളായിക്കോട്ടെ, ഈവൻ മറ്റ് ഒഫീഷ്യൽസ് ആയിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും തന്നെ ഒരു ഇനീഷ്യൽ കമ്മ്യൂണിക്കേഷൻ പോയിന്റ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ ആണ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷന് 2 രീതിയിൽ നടത്തപ്പെടുന്നുണ്ടെന്നാണ് നമ്മൾ പറയാം. അതായത് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഓഫീസിലേക്ക് നേരിട്ട് വരുന്ന ആളുകളെ നമ്മൾ വാക്ക് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാറുണ്ട്. ഇനി അതല്ലാതെ നമ്മൾ ചിലപ്പം ഹോസ്പിറ്റലിൽ വിളിച്ചു നോക്കാറുണ്ട്, അല്ലേ? അത് ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലിൻ്റെയും ഫ്രണ്ട് ഓഫീസിലേക്കാണ് കോൾ പോകണമെന്നല്ല കേട്ടോ പറയുന്നത്. എങ്കിലും നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ഒരേ സമയം ടെലിഫോണിക് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ വാക്ക് ഇൻ കമ്മ്യൂണിക്കേഷനും നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ഓഫീസിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളിലൊന്നാണെന്ത്? കമ്മ്യൂണിക്കേഷൻ ആൻഡ് എൻക്വയറി ഹാൻഡ്ലിംഗ്. ഓക്കെ, നമുക്ക് നോക്കാം വാക്ക് ഇൻ ബേസിസിൽ എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷന് നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ആളുകളല്ലേ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ സമയത്തും ഹോസ്പിറ്റലിൽ പോകുമ്പം എല്ലാവരും നമ്മളോട് അടിപൊളിയായിട്ടാണോ സംസാരിക്കാറുള്ളത്? പല സമയത്തും നമുക്കൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്, അല്ലേ? ഈ ഹോസ്പിറ്റൽ ഇന്ന രീതിയിലായിരിക്കും. ചില ദിവസങ്ങൾ നമുക്ക് ഈവൻ ഹോസ്പിറ്റലിൽ പോകേണ്ട കേസ് വന്നാൽ പോലും അവിടെയുള്ള സ്റ്റാഫിൻ്റെ ആ ഒരു ഇതും അതുപോലെ തന്നെ അവിടുത്തെ റഷും ക്രൗഡൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് വീട്ടിലേക്ക് എന്നുള്ളൊരു തോട്ട് വരും, അല്ലേ? അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അവരോട് നമുക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാനുള്ള ഒരു കോൺഫിഡൻസ് പോലും ഉണ്ടാവില്ല, കാരണം അവരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം കൊണ്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ആവരുത്. നമ്മൾ ശരിക്കും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന എല്ലാവരെയും വളരെ വെൽക്കമിങ് ആയിട്ടാണ് കാണേണ്ടത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ ആ ഗസ്റ്റിനെ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുക? മുഖം വീർപ്പിച്ച് ഹാൻഡിൽ ചെയ്യുക നമ്മൾ? ഇല്ല. നമ്മൾ ശരിക്കും എന്താ ചെയ്യുക? ഒരു മേജർ ഗസ്റ്റാണ് വരുന്നതെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുൻപ് ഗേറ്റ് മുതൽ അങ്ങോട്ട് എല്ലാം ഒരുക്കി വെക്കും, അല്ലേ? വൃത്തിയാക്കി വെക്കാറുണ്ട്. രണ്ടാമത് അവർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അവരെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് വെൽക്കം ചെയ്യാറുണ്ട്, അല്ലേ? അവരെ ഏറ്റവും നന്നായി ചിരിച്ചുകൊണ്ട് തന്നെ നമ്മൾ വെൽക്കം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു സിനാരിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? അവരെ വെൽക്കം ചെയ്ത് നമ്മൾ അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യും? റിഫ്രഷ്മെൻറ്റ് ഓഫർ ചെയ്യാറുണ്ട്, അല്ലേ? എന്നിട്ട് അവരവിടെ ഇരുത്തി കംഫർട്ടബിൾ ആയി എന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് ആയി റിലാക്സ് ആവുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സിമ്പിൾ. നമ്മളെ ഹോസ്പിറ്റലിലേക്ക് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യാണ്? വേറെ ആക്ടിവിറ്റീസിലേക്ക് ഒന്നും എൻഗേജ്ഡ് ആവാതെ ആ ഗസ്റ്റിൻ്റെ പ്രോസസ്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വാക്ക് ഇൻ പേഷ്യൻസ് വരുമ്പോൾ, വാക്ക് ഇൻ പേഷ്യൻസ് ഇൻ ദ സെൻസ് ഗസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നോക്കിയാലോ? സോ ഫസ്റ്റ് വൺ ഇസ്, സോ വാട്ട് ഇസ് ഗ്രീറ്റിംഗ്?
നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഒരാളെ ഗ്രീറ്റ് ചെയ്യുക? ഹൗ വിൽ ഗ്രീറ്റ്? സലാം ചൊല്ലുന്നവരുണ്ടാവും, പിന്നെ ഗുഡ് മോർണിംഗ് പറയുന്നവരുണ്ടാവും, നമസ്കാരം പറയുന്നവരുണ്ടാവും, നമസ്തേ എന്ന് പറയുന്നവരുണ്ടാവും. ഇങ്ങനെ പല രീതിയിലാണ് പല നാടുകളിൽ പല കൾച്ചറുകളിലൊക്കെ ഗ്രീറ്റ് ചെയ്യുന്നത്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ നമ്മൾ യൂണിവേഴ്സലി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ പോലെയുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ ഗ്രീറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാർ ഗുഡ് മോർണിംഗ് പറയും. ഇപ്പോൾ എന്താണിത്? ഇവർ ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ്, നമ്മൾ കേട്ടിട്ടില്ല, അവർ പറഞ്ഞത് അവർക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല. ഇസ്ന്റ് ഇറ്റ്? പറഞ്ഞോളൂ മാം. ഗുഡ് മോർണിംഗ് മാം. പല മാതിരിയാണ് ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഒരാൾ ഗ്രീറ്റ് ചെയ്യേണ്ടത്. ശരിക്കും നമ്മൾ പറയാറുണ്ട് എപ്പോഴും ഗസ്റ്റിനോടൊന്നും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, അവർക്കൊരു നല്ല നോട്ടം കൊടുത്താൽ മതി അല്ലേ, അവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുമോ? പിന്നെ എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക? നമ്മൾ ഒരാളെ ഇഷ്ടത്തോടു കൂടി എങ്ങനെ ശ്രദ്ധിക്കുക? അലീനന്റെ ഫേസിൽ നമുക്ക് ഈ പറയുന്ന ഗ്രീറ്റിംഗ് ഉണ്ടോ നോക്കാം അല്ലേ. ഓക്കെ, നേഹ. ഓക്കെ, സോ നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗസ്റ്റ് നമ്മളെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഗസ്റ്റിനെ നമ്മൾ എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അവിടെ നമ്മൾ കണ്ടുകൊണ്ട് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ട് അതുപോലെ തന്നെ നമ്മളെ വേർബലി ഉള്ള ഗ്രീറ്റിംഗ് കൊണ്ട് അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ പോവാണ്. സോ ലെറ്റ്സ് സീ. ഗുഡ് ആഫ്റ്റർനൂൺ നേഹ. ഓക്കെ, വെരി ഗുഡ് അലീന. അല്ലെങ്കിൽ നിങ്ങളെ എടുക്കാം. ഓക്കെ, സോ ഗ്രീറ്റിംഗ് സിമ്പിൾ ആണ്. ഇനി ഞാൻ തിരിച്ച് ഒന്നുകൂടി അതിലേക്ക് വരാം. അതായത് ഗ്രീറ്റിങ്ങിൻ്റെ സിനാരിയോയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, നമ്മൾ ചില സമയങ്ങളിലൊക്കെ ചില ഷോപ്പുകളൊക്കെ അല്ലേ, ചില ഷോപ്പുകളിലൊക്കെ അവർ അടയ്ക്കാൻ നേരത്തെ നമ്മൾ കയറി ചെല്ലും അല്ലേ. ഒരു 9:30 ആകുമ്പോൾ അടയ്ക്കുക. അപ്പോൾ ഒരു 9:20 ആകുമ്പോൾ നമ്മൾ കയറി ചെല്ലും. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിൻ്റെ മുഖത്തുണ്ട് പൊണ്ടോറക്കാലം അല്ലേ കയറി വരുന്നുണ്ട് എന്നുള്ള ലെവലിൽ ഇങ്ങനെ മുഖമൊക്കെ ഒന്നൊരു ഗൗരവത്തോടെ ഇങ്ങനെ നിൽക്കും അല്ലേ. അപ്പോൾ നമുക്ക് തന്നെ തോന്നും അയ്യോ എന്നാൽ വേണ്ട, ഞാൻ തിരിച്ചു പോവാം അല്ലേ, പിന്നെ ഒരു ദിവസം വരാൻ തോന്നിപ്പോൾ അല്ലേ. ഇനി അവരോട് നമ്മൾ ഒരു ഗതികേടിനെ പോയി ചോദിച്ചാൽ പറയും സ്റ്റോക്ക് ഇനി ബുധനാഴ്ച വരുള്ളൂ, അപ്പോൾ അന്ന് വന്നാൽ മതി, ഇന്നിപ്പോൾ സാധനം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും അവർ ഒഴിവാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു മുഖം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടാറില്ലേ? അങ്ങനെ ഒരു ഫേസ് ആവാൻ പാടുണ്ടോ നിങ്ങളത്? ഓക്കെ, ചില സമയങ്ങളിൽ നമുക്ക് ഈ ഗവൺമെൻറ് സേവനങ്ങളൊക്കെ ലഭ്യമാവുന്ന സെൻറ്റേഴ്സൊക്കെ അല്ലേ, അങ്ങനെയുള്ള സെൻറ്റേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചില ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി പറയുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുമ്പോഴൊക്കെ അവർ ഭയങ്കര അഗ്രസീവായിട്ടൊക്കെ നമ്മളെ നോക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പം അത്തരത്തിലൊരു ബിഹേവിയർ ആവരുത് ശരിക്കും ഒരു ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫിന്. കാരണം എന്താണ്? കാരണം ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ 100 കണക്കിന് ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലേ. ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 100 കണക്കിന് ചോയ്സ് ഉണ്ട്. നമ്മൾ ബിസിനസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന കുട്ടികളല്ലേ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹോസ്പിറ്റലിലെ ബിസിനസ് എൻഹാൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഗസ്റ്റിനെ ഏറ്റവും നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം. അത് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി പേഷ്യൻറ്റ് കെയറിൽ മാത്രമല്ല, നമ്മൾ അവർക്ക് ഇമോഷണൽ കെയറും കൂടെ കൊടുക്കുമ്പോഴാണ്. ക്ലിയർ ആണോ? സോ ഇനി അടുത്ത സീനാണ്. അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിംഗ് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനെ അഡ്രസ്സ് ചെയ്യുന്ന സീനാണ്. നോക്കിയാലോ? സോ എങ്ങനെയാണ് നമ്മളൊരു പേഷ്യൻറ്റിനെ അഡ്രസ്സ് ചെയ്യുക? നമ്മൾ ഹായ് സർ, ഗുഡ് മോർണിംഗ്, മൈ നെയിം ഈസ് ഇംതിയാസ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് നമ്മൾ ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലിലൊന്നും വരുന്ന എല്ലാ പേഷ്യൻസും ഹിന്ദിക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന മലയാളം അറിയാത്തവരാവില്ല. അപ്പോൾ മലയാളത്തിൽ നമ്മളെങ്ങനെ അവർ അഡ്രസ്സ് ചെയ്യുക? ഹായ് സർ, എൻ്റെ പേര് ഇംതിയാസ്, എങ്ങനെയാണ് താങ്കളെ സഹായിക്കേണ്ടത് എന്ന് ചോദിക്കലാണ് അല്ലേ. പറയുന്നെന്താ? പേര് പറയാത്തത് മര്യാദകേടാണെന്നുള്ളതാണ്. ആ മര്യാദകേട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണ്ട, നമ്മളതിനല്ല ഇത് പഠിക്കുന്നത്, അതിനല്ല നമ്മൾ ഇപ്പോൾ സാധനം പ്രൊഫഷണലി പഠിക്കുന്നത്. അതാ ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞത് എന്ത്, ഈ ഫ്രണ്ട് ഓഫീസിന് എടുക്കുന്ന പരിപാടി നിങ്ങൾക്ക് അറിയാത്തൊന്നുമല്ല. എന്തിനാണ് നിങ്ങളിത് പഠിക്കുന്നത്? ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ അപ്രോച്ചിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ വി ഹാവ് ടു അഡ്രസ് അവർ സെൽഫ്സ്. ഗോട്ട് ഇറ്റ്? നമ്മൾ എപ്പോഴും പേര് കൊണ്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഒരു ഗസ്റ്റിനെ, ഞാൻ സിറ്റുവേഷൻ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ നമ്മളൊരു ഗസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഗസ്റ്റ് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ആ ഗസ്റ്റിൻ്റെ പേര് എന്താണ്? റാനിയ എന്നാണ് പേര്. ഓക്കെ, സെക്കൻഡ് ടൈമിൽ ഞാൻ എന്ത് ചെയ്യും? മാം എന്ന് വിളിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം? റാനിയ മാം എന്ന് വിളിക്കണം. അപ്പോൾ റാനിക്ക് കുറച്ചും കൂടി എന്തുണ്ടാവും? ഒരു അടുപ്പം കൊണ്ട് ഫീൽ ആവും. സത്യമല്ലേ? നമ്മൾ ശരിക്കും ന്യൂ ബോൺ ബേബീസ് ഇല്ലേ, അവർ നമ്മൾ പേര് വിളിച്ച് അഡ്രസ്സ് ചെയ്യണതിനാ? എന്ത് സൈക്കോളജീൻ്റെ പുറത്താണത്? അവർക്കൊരു എഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അവരെ ശ്രദ്ധിക്കുകയാണെന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളെ പേര് വിളിച്ചിട്ട്, ഇപ്പം നിങ്ങൾ സാർ എന്ന് വിളിക്കുന്നതിന് പകരം എന്നെ ഫറാൻ സാർ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് വിളിക്കുക, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ പേര് വിളിക്കുക, അല്ലെങ്കിൽ പേര് വിളിച്ച് അഡ്രസ്സ് ചെയ്യുക. നീ എന്ന് പറയുന്നതിന് പകരം നിത എന്ന് പറയുമ്പോൾ നിതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊരു എഫെക്ഷൻ അവിടെ ക്രിയേറ്റ് ആവാണ് ശരിക്കും. സത്യമല്ലേ? സോ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, പേരിന് വലിയ റോള് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ അഡ്രസ്സിങ്ങിലേക്ക് വരാം. അപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ ആരാ വരിക? ഓക്കെ, നമുക്ക് സിറ്റുവേഷനിലേക്ക് വരാം. അതായത് നമ്മൾ നേരത്തെ ഗ്രീറ്റിംഗ് ആണ് പഠിച്ചത് അല്ലേ. സോ നമുക്ക് നേരത്തെ അലീന എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു അല്ലേ. ഇനി അഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഷിബിന നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. സോ ഷിബിന, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗസ്റ്റ് ആയിട്ട് തൽക്കാലം നീഷ്മനെ വിളിക്കും. നീഷ്മ പ്ലീസ്. ഹായ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ, ഐ എം ഷിബിന, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അപ്പോൾ
ഈ സിനാരിയോ എന്ന് പറയുമ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സിനാരിയോ അല്ല അല്ലേ? ഗുഡ് മോർണിംഗ് പറയാനേ വിട്ടുപോയാൽ പോലും പ്രശ്നമില്ല, നമ്മൾ ജസ്റ്റ് ചിരിച്ചാൽ മതി. എന്നിട്ട് ഹായ് സർ, ഐ ആം ഷിബിന, ഹൗ മേ ഹെൽപ്പ് യു സർ എന്ന് ചോദിച്ചാൽ മതി. കോട്ടെ. സോ അതൊരു ഇംപ്രഷനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ പറയുന്ന സാധനം ഇല്ലാതെ നോർമലായിട്ട് നിങ്ങൾ നേരെ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് എന്താ ഫീൽ ചെയ്യുക? നിങ്ങൾ ചിരിക്കാതെ ഒന്നും പറയാതെ അവർ നിങ്ങളോട് ഒരാവശ്യം പറയാന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്പേസ് ഇല്ലാത്ത പോലെ ആവില്ലേ അല്ലേ? മറിച്ച് നിങ്ങൾ അവരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവർ വാല്യൂഡായി, അവർക്ക് ആ റോയൽറ്റി ഫീൽ ചെയ്യാണ് ശരിക്കും. ഗോട്ട് ഇറ്റ്? സോ ആ ഒരു സാധനം. പിന്നെ അത് മാത്രമല്ല, ഈ നിങ്ങൾ അവരെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്ത് നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്ത് ഞാൻ സ്വാഭാവികമായിട്ടും തിരിച്ചവരെന്ത് ചെയ്യും? നിങ്ങൾ റെസ്പെക്ട് ചെയ്യും. അവരുടെ ഭാഗത്തുള്ള അഗ്രസീവ് മാനേഴ്സും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഈ ഒരു ഇംപ്രഷൻ അവർക്ക് ക്രിയേറ്റ് ചെയ്യും. വാല്യൂഡ് ആയിട്ട് ആളുകൾക്ക് ഫീൽ ചെയ്താൽ വീണ്ടും വീണ്ടും ആ വാല്യൂവിന് ആൾ തേടി വരും. ഗോട്ട് ഇറ്റ്? ഓക്കെ. ലിസണിങ്. എന്താണ് ലിസണിങ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, എങ്ങനെയാണ് നമ്മളൊരാൾ പറയുന്നത് ആക്റ്റീവ് ലിസണിങ് ചെയ്യാം? ഞാൻ മുൻപ് മിററിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സോ നമുക്ക് നോക്കിയാൽ എങ്ങനെയാണ് ലിസൺ ചെയ്യാന്നുള്ളത്. ഓക്കെ, അതിന് നമുക്ക് റാനിയനെ വിളിക്കാം സ്റ്റേജിലേക്ക്. അതേപോലെ തന്നെ ഓക്കെ ബത്തുൽ വാ. സോ നമ്മൾ ലാസ്റ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന അഡ്രസ്സിങ് ആണ് അല്ലേ? മുൻപ് ഗ്രീറ്റിംഗ് പറഞ്ഞു, അതിനുശേഷം പേഷ്യൻറ്റ് സംസാരിക്കുകയാണല്ലോ. നമ്മൾ അഡ്രസ്സ് ചെയ്താൽ പിന്നെ പേഷ്യൻറ്റ് സംസാരിക്കില്ലേ? അപ്പോൾ പേഷ്യൻറ്റിൻ്റെ കൺസേൺ നമ്മൾ കൃത്യമായിട്ടാണ് കേൾക്കുന്നത് എന്നത് പേഷ്യൻറ്റിനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ടെക്നിക്കാണ് മിററിംഗ് എന്ന് പറയുന്നത്. അതായത് പേഷ്യൻറ്റിൻ്റെ ഇമോഷൻസ് നമ്മുടെ ഫേസിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പേഷ്യൻറ്റിനെ കൂടുതലായിട്ട് കംഫർട്ടബിൾ ആക്കുന്ന ഒരു കേസാണത്. സോ ലെറ്റ് സി, അതിനൊരു ഡെമോ ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ബേസിക്കലി ഇപ്പം നമ്മുടെ ഇവിടെ സാധ്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഗസ്റ്റിൻ്റെ റോളിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ആസ് എ ഗസ്റ്റ് സാധ്യ നമ്മുടെ ബത്തുലിനോട് എന്ത് പറയാണ്? അവരോട് ഒരു സിനാരിയോ പറയാണ്. ആ സിനാരിയോയിൽ ബത്തുൽ എങ്ങനെയാണ് മിറർ ചെയ്യണമെന്ന് ലെറ്റ് സി. ഓക്കെ. ഹായ്, ഗുഡ് മോർണിംഗ് മാം, ഐ എം ബത്തുൽ, ഹൗ മേ ഹെൽപ്പ് യു? കഴിഞ്ഞ വീക്ക് ഞാൻ ബിഷർ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് എടുത്തിരുന്നു, പക്ഷേ ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. നോ വരീസ് മാം. ഇപ്പം മിറർ ചെയ്യുന്ന മനസ്സിലായില്ലേ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ മിറർ ചെയ്യാറുണ്ട്. എപ്പോഴാണ് മിറർ ചെയ്യുക? നിങ്ങളിപ്പോൾ ശരിക്കും നല്ലോണം മിറർ ചെയ്യുന്നുണ്ട് അല്ലേ? ഞാൻ നിങ്ങളെ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് മിറർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയാത്തതുകൊണ്ടത്. ഓക്കെ, നമ്മൾ അറിയാതെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രീറ്റിംഗ് മനസ്സിലാക്കി, അഡ്രസ്സിങ് മനസ്സിലാക്കി, ലിസണിങ് മനസ്സിലാക്കി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊവൈഡ് ഇൻഫർമേഷൻ ആക്യുറേറ്റ്ലി എന്നുള്ളതാണ്. ഓക്കെ, സോ ബേസിക്കലി നമ്മളൊരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഗസ്റ്റിൻ്റെ ഒരു കൺഫ്യൂഷൻ നമ്മളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗസ്റ്റ് നമ്മുടെ അടുത്ത് വരികയാണ്. എന്നിട്ട് അവർ പറയുന്നതാണ് ലാസ്റ്റ് വീക്കിൽ, ഇപ്പോൾ നേരത്തെ സാധ്യ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ലാസ്റ്റ് വീക്കിൽ സാധ്യ ഡോക്ടറെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ സാധ്യക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഈ വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെക്കിംഗ് ഒന്നും ചെയ്യാതെ നേരെ ഈ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റോ കാര്യങ്ങളൊക്കെ ഫില്ലാണോ എന്ന് നോക്കാതെ നേരെ കയറി ഉണ്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു മിസ്ഇൻഫർമേഷൻ ആണ്. ഗോട്ട് ഇറ്റ്? അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സിനെ കുറിച്ചിട്ട് ഒരു പേഷ്യൻറ്റ് ചോദിക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി കൊടുക്കുക. ഇങ്ങനെ വ്യത്യസ്തമായ എൻക്വയറീസ് ഒക്കെ വരുന്ന സമയത്ത് കൃത്യമായ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഇൻറ്റേൺസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അവരോട് ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണ്. ഒന്നുകിൽ അവർ പറയാം, അയ്യോ ചേട്ടാ ഞാൻ ഇന്നലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറയും. ക്ലിയർ? അല്ലെങ്കിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ പറയും ആ ആ ആ അവർക്ക് അറിയൊന്നുമില്ല, അവർ വെറുതെ കയറി എന്ന് പറയും. മൂന്നാമത്തെ ആൾക്കാർ എന്ത് ചെയ്യും? എക്സ്ക്യൂസ് മീ ഞാനൊന്ന് ചോദിച്ചിട്ട് പറയാം, ഇൻഫർമേഷൻ്റെ ചെറിയൊരു ക്ലാരിറ്റി കുറവ് എനിക്കുണ്ടെന്ന് പറയുന്നു. ഗോട്ട് ഇറ്റ്? അപ്പോൾ അവരോട് എക്സ്ക്യൂസ് വെച്ചിട്ട് അത് ക്ലാരിഫൈ ചെയ്യാം. ഗോട്ട് ഇറ്റ്? അപ്പോൾ അവിടെ നിന്നിട്ട് ഏട്ടാ ഒന്നും കൊണ്ട് വരാം, ഈ ലേഡിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഈ ലേഡിൻ്റെ കാര്യം ചോദിക്കേണ്ടതുണ്ട്. അവിടെ സീൻ എന്ത് ചെയ്യരുത്? പക്ക ഒരു ലോക്കൽ അൺപ്രൊഫഷണൽ ലെവലിലേക്ക് ആവരുത്. നമ്മൾ വളരെ മാന്യമായിട്ട് അല്ലേ നമ്മൾ അവരെ എക്സ്ക്യൂസ് ചെയ്ത് വീണ്ടും വിളിക്കുന്നു. എക്സ്ക്യൂസ് മീ, ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഒന്ന് വരാമോ എന്ന് ചോദിക്കുക. എന്നിട്ട് ആ ഇൻഫർമേഷൻ ക്ലാരിഫൈ ചെയ്യാം. ക്ലിയർ ആണോ? ഇനി ഞാൻ വേറൊരു സിനാരിയോ പറയാം. ഒരു പേഷ്യൻറ്റ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, രാഘവൻ ഡോക്ടറെ ബുക്കിംഗ് നാളെ അവൈലബിൾ ആണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളെന്ത് പറയും? ചെക്ക് ചെയ്തിട്ട് പറയും അല്ലേ? അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായത് രാഘവൻ ഡോക്ടർ നാളെ അവൈലബിൾ അല്ല. അപ്പോൾ പേഷ്യൻറ്റ് പറയുകയാണ്, അയ്യോ അങ്ങനെ പറയല്ലേ, നാളെ തന്നെ എനിക്ക് ബുക്ക് ചെയ്യണം, കാരണം ഞാൻ അടുത്ത ആഴ്ച ബാംഗ്ലൂരിലേക്ക് പോവാണ്, എങ്ങനെയെങ്കിലും എനിക്ക് ഡോക്ടറെ കാണാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങളാക്കി തരണം എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഡോക്ടറിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്ററെ വിളിക്കുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റർ ചോദിക്കുന്നു ഇങ്ങനെ ഒരു പേഷ്യൻറ്റ് പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ പറയുകയാണ് ഒരു വേ ഇല്ല, കാരണം നാളെ ഓൾറെഡി തന്നെ ഡോക്ടർ ഒരു സർജറിയാണെന്ന് വിചാരിക്കുക, ഓൾറെഡി തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ടിവിറ്റീസിൽ എൻഗേജിലാണ്, അപ്പോൾ നാളെ എന്തായാലും കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഈ പേഷ്യൻറ്റ് നമ്മളോട് പറയണം അങ്ങനെ പറയല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു അനുഗമനം തോന്നിയിട്ട് എന്ത് പറയും? ഞാൻ നോക്കാം എന്ന് പറയും. ഇസ്ന്റ് ഇറ്റ്? നാളെ ലാസ്റ്റ് ആ പേഷ്യൻറ്റ് വന്നിട്ട് ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ പറഞ്ഞ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്ത പേഷ്യൻ്റ് ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുക, ആൾ മാറിപ്പോവും, ദേഷ്യം പിടിക്കും അല്ലേ? ഗോട്ട് ഇറ്റ്? അപ്പോൾ യെസ് പറഞ്ഞിടത്ത് യെസ്സും നോ പറഞ്ഞിടത്ത് നോ തന്നെ പറയണം. ഗോട്ട് ഇറ്റ്? പക്ഷേ അത് പറയേണ്ട രീതിയുണ്ട്. ഓക്കെ, സോറി ഫോർ അല്ലേ
സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ പറയാം. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഗുഡ്. സോ അതാണ് ഇൻഫർമേഷൻ ആക്യുറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. നിങ്ങൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ആക്യുറസിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ നിങ്ങൾ പറ്റിച്ചു എന്നായിരിക്കും ആദ്യം ആളുകൾ പറയാം. ക്ലിയർ ആണോ? നിങ്ങളവരെ പറ്റിച്ചു, ഹോസ്പിറ്റലിൽ വെറും പറ്റിക്കലാണെന്ന് പറയാം. അത് ശരിക്കും നിങ്ങൾ റാനിയെ പറ്റിച്ചു, അലാവുദ്ദീൻ പറ്റിച്ചു, അല്ലെങ്കിൽ നീഷ്മ പറ്റിച്ചു എന്നായിരിക്കില്ല പറയാം. ആര് പറ്റിച്ചെന്ന് പറയാം? ഹോസ്പിറ്റലിൽ പറ്റിച്ചു, ഹോസ്പിറ്റലുകളിൽ പറ്റിപ്പാണെന്ന് പറയും. പക്ഷെ നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്തത്? അവിടെ മിസ്ഇൻഫർമേഷൻ കൊടുത്തത് അല്ലേ? അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. അടുത്തെന്താണ്? വളരെ വളരെ റെസ്പെക്ട്ഫുൾ ആൻഡ് പ്രൊഫഷണലായിട്ട് അവരോട് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ ശരിക്കും പറഞ്ഞാൽ പ്രസക്തി വരുന്നത് അല്ലേ? അപ്പോൾ നോർമലായിട്ടൊരു പേഴ്സണിനെ ശരിക്കും ഫ്രണ്ട് ഓഫീസിൽ നിർത്തിക്കൂടെ? ഇൻഫർമേഷൻസ് പഠിക്കാൻ എന്താ എളുപ്പം? ശരിക്കും പറഞ്ഞാൽ നോർമലായിട്ടുള്ള ഒരു സ്റ്റാഫിനെ നമുക്ക് ഫ്രണ്ട് ഓഫീസിൽ നിർത്തിക്കൂടെ? ഇൻഫർമേഷൻ പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇൻഫർമേഷൻ സിമ്പിളാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഏതൊക്കെ സർവീസസ് ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ട് ഓഫീസിലേക്ക് പേഷ്യൻസ് ഏതൊക്കെ സർവീസ് ആക്സസ് ചെയ്യാനാണ് വരിക, ജനറലി ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസും ക്വറീസും എന്താണെന്നുള്ളത് ശരിക്കും നമ്മൾ ഈ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെയിൻഡ് സ്റ്റാഫിനെ അവിടെ എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ട്രെയിൻഡ് സ്റ്റാഫിനെ അവിടെ എടുക്കേണ്ട ഒരു യുക്തി വരുന്നത് പ്രൊഫഷണലിസത്തിലേക്ക് വരുമ്പോഴാണ്. സോ യു വിൽ ബി വെരി പ്രൊഫഷണൽ ഇൻ യുവർ ഡ്രസ്സിങ്, ഇൻ യുവർ കമ്മ്യൂണിക്കേഷൻ, ഇൻ യുവർ ബോഡി ഗസ്റ്റേഴ്സ്, ഇൻ യുവർ പീപ്പിൾ ഇൻട്രാക്ഷൻസ്. ഇസ്ന്റ് ഇറ്റ്? സോ എങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണൽ ആവുക? ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നിങ്ങൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ കൂടെ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ള നിങ്ങളൊരു ഫ്രണ്ട് വരാണ്. അവരെ അന്ന് 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങൾ അവരായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അവർ വന്നിട്ട് നീയൊക്കെ രക്ഷപ്പെട്ടല്ലേ അല്ലെങ്കിൽ ചോദിക്കുന്നതാ നീ ചത്തില്ലേ എന്നാ ചോദിക്കുക. അങ്ങനെയല്ല നമ്മുടെ നാട്ടിലെ ചോദ്യം. സുഖാണെന്ന് ആദ്യം ചോദിക്കുമോ? സുഖാണെന്ന് നമ്മൾ ചോദിക്കാരോടാ? ഫോർമലായിട്ട് നമ്മൾ നിൽക്കണോടാ. നമ്മളെ ഫ്രണ്ട്സിനോട് നമ്മൾ സുഖാണെന്ന് ചോദിക്കോ? ചോദിച്ചാൽ തീർന്നില്ലേ? ആണോ അല്ലേ? ആണ്. ഓക്കെ, അപ്പോൾ ഇവർ വന്നിട്ട് നീ ചത്തില്ലേ എന്ന് നേരെ ചോദിക്കുക. അപ്പോൾ നീ അപ്പം പറയാം നമ്മൾ പേഷ്യൻറ്റിനോട്, അല്ലെങ്കിൽ ആസ് എ പേഷ്യൻ്റാണല്ലോ നമ്മളെ മുന്നിലുള്ളത്, അല്ല നിങ്ങളൊക്കെ കുയിലേക്ക് എടുത്തിട്ട് ഞാൻ പോകുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? നോർമലി നിങ്ങൾ ചത്തില്ലേന്ന് ചോദിച്ചാൽ നമ്മളെ മറുപടി എന്താ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ അല്ലേ ഉരുളക്ക് ഉപ്പേരി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുക. പക്ഷെ ഇവിടെ നമ്മളൊരു പ്രൊഫഷണൽ സ്പേസിലാകുമ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചിരിയിരിക്കും അല്ലേ? നല്ല കോമഡി അല്ലേ? നിങ്ങൾ ആ കോമഡി എൻജോയ് ചെയ്ത മാതിരി ഇരിക്കുന്നു, അവൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ തീർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവിടെ ആരെങ്കിലും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ എൻ്റെ ഫ്രണ്ടാണ് ഞാനൊന്ന് സംസാരിച്ചുകൊണ്ട് എക്സ്ക്യൂസ് ചെയ്തിട്ട് ഇയാളായിട്ട് പുറത്തേക്ക് പോവാം, എന്നിട്ട് മറുപടി ക്യാൻറ്റീനിൽ ഒരു പഴംപൊരി ചായൻ്റെ കൂടെ കൊടുക്കാം. ക്ലിയർ ആണോ? അവിടെ വെച്ച് നമ്മളത് കൊടുക്കരുത്. ക്ലിയർ ആണോ? അപ്പോൾ ചില സമയത്ത് ചില ആൾക്കാർ ഫ്രണ്ട് ഓഫീസിൽ വന്നിട്ട് അനാവശ്യമായ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കും. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ കച്ചവടം ഉണ്ടോ? അതായത് ഹോസ്പിറ്റലിൽ കച്ചവടം നിങ്ങൾക്ക് അറിയോ? ഇല്ല. അങ്ങനെയുള്ള അല്ലേ വീട്ടിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ മറുപടി കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചിരിച്ച് കാര്യങ്ങൾ ഒഴിവാക്കുക അല്ലേ? അൻസിലിനെ കണ്ടാൽ ഇപ്പോൾ ചോദിക്കും അൻസിലിൻ്റെ കല്യാണം കഴിഞ്ഞാണോ അല്ലേ? പെണ്ണ് നോക്കണമെന്ന് ചോദിച്ചാൽ എന്താക്കും? ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മളതിനെ ഇഗ്നോർ ചെയ്ത് വിടാന്നുള്ളതാണ്. കിട്ടിയോ? ഓക്കെ, ലാസ്റ്റാണ് നമ്മൾ ഭയങ്കര കേർട്ടിയസ് ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന ഒരു പേഷ്യൻറ്റിന് നമ്മൾ എന്ത് ചെയ്യാണ്? കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്തു. അവരുടെ എൻക്വയറീസും അവരുടെ എന്തെങ്കിലും അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ക്ലോസ് ചെയ്തു. ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരോട് എന്ത് ചെയ്യും? വളരെ ഇഷ്ടത്തോടു കൂടി താല്പര്യത്തോടു കൂടി എന്ത് പറയും? താങ്ക് യു എന്ന് പറയും അല്ലേ? നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ അറിയിക്കും. സോ എങ്ങനെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക? താങ്ക് യു, വീണ്ടും വരിക എന്ന് പറയാൻ പറ്റുമോ ഹോസ്പിറ്റലിലേക്ക്? അപ്പോൾ നമ്മളെന്താ പറയുക? താങ്ക് യു ഫോർ ചൂസിങ് എ ഹോസ്പിറ്റൽ, ഹാവ് എ നൈസ് ഡേ. ഞങ്ങളുടെ ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്തതിന് നന്ദി, ശുഭദിനം എന്ന് പറയാം. ഗോട്ട് ഇറ്റ്? ഓക്കെ, സോ ഐദർ ഇൻ മലയാളം ഓർ ഇൻ ഇംഗ്ലീഷ്. സോ അതാരാന്ന് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക? ഓക്കെ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമുക്ക് മുഫീദിനെ വിളിക്കാം പ്ലീസ്. ഓക്കെ, അഫ്രീൻ വാ. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രീറ്റിംഗ് മനസ്സിലാക്കി, അഡ്രസ്സിങ് മനസ്സിലാക്കി, ലിസണിങ് എന്താണെന്ന് മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ ഇൻഫർമേഷൻസ് എങ്ങനെയാണ് ആക്യുറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി. വളരെ റെസ്പെക്ട്ഫുൾ ആൻഡ് പ്രൊഫഷണൽ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി. ഇനി നമ്മൾ ഈ ഒരു കോൺവെർസേഷന്റെ എൻഡാണ്, ക്ലോസിംഗ് സ്റ്റേജ് ആണ്. അവിടെ നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളിവിടെ കാണാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് സീ. മാമിന് ഇനി വേറെ എന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടോ? താങ്ക് യു ഫോർ ചൂസിങ് അസ്. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, സോ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷൻസിലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എൻക്വയറി ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സാണ്. സോ ഈ ഒരു പ്രോസസ്സ് നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് വാക്കിനും ടെലിഫോണിക്കും ഉണ്ട്. വാക്കിൻ എന്ന് പറയുമ്പോൾ നേരിട്ടൊരാൾ നമ്മളടുത്ത് വന്നാൽ നമ്മൾ അവരോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ബേസിസിലാണ്.
സോ നമ്മൾ അതിൽ ആദ്യം ഗ്രീറ്റിംഗ് മനസ്സിലാക്കി, ഗ്രീറ്റിങ്ങിൻ്റെ പ്രോസസ്സ് മനസ്സിലാക്കി, ഇസൻറ്റ്? അതിനുശേഷം നമ്മൾ അഡ്രസ്സിംഗ് എന്നുള്ള പ്രോസസ്സ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി. അതിനുശേഷം ആക്റ്റീവായിട്ട് അവരെ എങ്ങനെയാണ് കേൾക്കുക എന്നുള്ളത് മനസ്സിലാക്കി, ഇസൻറ്റ്? അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന കാര്യം ഒരു ഇൻഫർമേഷൻ എങ്ങനെയാണ് ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഗസ്റ്റിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടും പ്രൊഫഷണലായിട്ടും അവരവളെ ഡീൽ ചെയ്യാം. ഓക്കെ, ഫൈനലി നമ്മൾ ആ ഒരു കോൺവെർസേഷൻ ക്ലോസ് ചെയ്യുക വിത്ത് എ ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, താങ്ക് യു.